ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു കരിയർ ലൈൻ കേരള. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് കീഴിൽ വന്നിരിക്കുന്ന 3 ഡിഫറൻറ്റ് നോട്ടിഫിക്കേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിന് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി നമ്മൾ 2 വീഡിയോ വീതം ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിന് ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ജനറൽ മാനേജർ, ചീഫ് എഞ്ചിനീയർ, ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് ആയിരിക്കും. ഓൺ റെഗുലർ അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ ആണെങ്കിൽ ജനറൽ മാനേജർ പോസ്റ്റും, റീ എംപ്ലോയ്മെന്റ് ആണെങ്കിൽ അത് ചീഫ് എഞ്ചിനീയർ പോസ്റ്റും ആയിരിക്കാം. ഒരൊറ്റ വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. ടൈപ്പ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ റെഗുലർ ബേസിസിലായിരിക്കും അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ 3 years ഓഫ് പീരീഡ് ആയിരിക്കും. ആൻഡ് റീ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് 2 years ആണ്. ആൻഡ് ദെൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ബി ഓർ ബി ടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് റിട്ടയർഡ് IRSSC ഓഫീസർ ഓഫ് ഇന്ത്യൻ റെയിൽവേസ് ആണെങ്കിലും ഇതിലേക്ക് റീ എംപ്ലോയ്മെന്റ് ബേസിസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് മിനിമം 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതിൽ 12 വർഷം റെയിൽവേയിൽ അല്ലെങ്കിൽ മെട്രോ റെയിൽ കോർപ്പറേഷൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. ദെൻ ഇതിൻ്റെ സാലറി വരുന്നത് 1,20,000 മുതൽ 2,80,000 രൂപയാണ് റെഗുലറിന് പേയ്മെൻറ്റ് വരുന്നത്, സാലറി വരുന്നത്. ആൻഡ് ഡെപ്യൂട്ടേഷൻ ആണെങ്കിൽ ആസ് പെർ ഡെപ്യൂട്ടേഷൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. റീ എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ 1,70,000 രൂപയാണ് പെർ മന്ത് സാലറി വരുന്നത്. മിനിമം ആൻഡ് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഡെപ്യൂട്ടേഷൻ ആൻഡ് റെഗുലറിനാണെങ്കിൽ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 55 years ആണ്. റീ എംപ്ലോയ്മെൻറ്റിനാണെങ്കിൽ മിനിമം 56, മാക്സിമം 62 ആണ്. ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 8 തീയതിയാണ്. ഒക്ടോബർ 8 തീയതി വരെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനാവുക. രണ്ടാമത് വന്നിരിക്കുന്നത് 23 തീയതി റിലീസ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. ജൂനിയർ എഞ്ചിനീയർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ എഞ്ചിനീയർ പോസ്റ്റാണ്. ഒരു വാക്കൻസിയാണ് ഉള്ളത്. ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് ആണെങ്കിൽ സാലറി വരുന്നത് 33,750 രൂപ മുതൽ 94,400 രൂപ വരെ ആയിരിക്കും. അസിസ്റ്റന്റ് സെക്ഷൻ എഞ്ചിനീയർ പോസ്റ്റ് ആണെങ്കിൽ 35,000 മുതൽ 99,000 രൂപയാണ് പേയ്മെന്റ് വരുന്നത്. ആൻഡ് ഇതൊരു കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ്. 3 വർഷത്തേക്കാണ് കോൺട്രാക്ട് വരുന്നത്. പിന്നീട് 2 വർഷത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ക്വാളിഫിക്കേഷൻ വരുന്നത് BTech അല്ലെങ്കിൽ BE, അതല്ലെങ്കിൽ 3 year ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. സിവിൽ എഞ്ചിനീയറിംഗിലാണ് ഇത് വേണ്ടത്. ആൻഡ് എക്സ്പീരിയൻസ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മിനിമം 3 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അസിസ്റ്റന്റ് സെക്ഷൻ എഞ്ചിനീയർ പോസ്റ്റ് ആണെങ്കിൽ മിനിമം 5 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മാക്സിമം ഏജ് ലിമിറ്റ് ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിൽ 30 മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത്. ആൻഡ് അസിസ്റ്റന്റ് സെക്ഷൻ എഞ്ചിനീയർ ആണെങ്കിൽ 32 വയസ്സാണ് വരുന്നത്. ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ആൻഡ് ഇതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി 8 തീയതിയാണ്, ഒക്ടോബർ 8 തീയതി. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മെയിൽ വഴി ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഇൻ്റർവ്യൂ നടക്കുന്നത്. അതിനടുത്ത് വന്നിരിക്കുന്നത് 26 തീയതി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. ഇത് എക്സിക്യൂട്ടീവ് പവർ ആൻഡ് ട്രാക്ഷൻ പോസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു വാക്കൻസിയാണുള്ളത്. പേയ്മെൻറ്റ് വരുന്നത് 40,000 മുതൽ 1,40,000 രൂപ വരെ പേയ്മെൻറ്റ് വരുന്നുണ്ട്. ആൻഡ് കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ്. 3 years ആണ് വരുന്നത്. വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് BE അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 3 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 32 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 September 2025 ബേസ്ഡ് ആണ്. ആൻഡ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ 10 തീയതിയാണ്. ഇത് 3 ഈ ഒരു നോട്ടിഫിക്കേഷനിനകത്തുള്ളത്. 3 നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നമ്മൾ ഒരു ദിവസം 2 നോട്ടിഫിക്കേഷൻസ് വെച്ചിട്ട് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.